നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് റൗണ്ട് അപ്പ് 2015 സ്വാഗതം. ഗൾഫ് ന്യൂസ് വീക്ക് ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് 2015 ഗൾഫ് നാടുകളിൽ നടന്ന സുപ്രധാന സംഭവങ്ങളും 2015 ഞങ്ങൾ നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്ത എപ്പിസോഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില ശ്രദ്ധേയമായ വാർത്തകളുമാണ്. കൂടാതെ ഗൾഫ് ന്യൂസ് വീക്കിലൂടെ ജീവിതത്തിലേക്ക് നടന്നു കയറിയവരും ഗൾഫ് ന്യൂസ് വീക്കിന്റെ ശക്തമായ ഇടപെടലിൽ ഗൾഫ് നാടുകളിൽ നിന്ന് മോചിതരായി നാട്ടിൽ തിരിച്ചെത്തിയവരും നിരവധിയാണ്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ശ്രദ്ധേയമായ വാർത്തകളും. ഇതിനെല്ലാം പുറമെ വളരെ ചാരിതാർത്ഥ്യത്തോടെയും എല്ലാവർക്കും നന്ദിയും പറയുന്നു ഗൾഫ് ന്യൂസ് വീക്കിന് പ്രേക്ഷകർ നൽകിയ എല്ലാ അംഗീകാരത്തിനും അവാർഡുകൾക്കും. ഗൾഫ് ന്യൂസ് വീക്ക് റൗണ്ട് അപ്പ് 2015 ഒരു തിരനോട്ടം. പ്രവാസി മലയാളികൾക്ക് ഏറ്റവും സന്തോഷവും സങ്കടവും സമ്മാനിച്ച വർഷമാണ് കടന്നുപോയ 2015. ഇതിൽ സന്തോഷിക്കാവുന്നത് ദീർഘകാലമായി പ്രവാസികൾ ആഗ്രഹിച്ചിരുന്ന വോട്ടവകാശമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനായതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസ ലോകത്ത് നിന്ന് തന്നെ വോട്ട് ചെയ്യാവുന്ന രീതിയിൽ പ്രവാസികൾ പുതിയ സുപ്രീം കോടതി വിധി കാത്തിരിക്കുന്നതും പ്രവാസി വോട്ടവകാശം നേടുന്നതിനായി മുൻപന്തിയിൽ നിന്ന ജീവൻ ടിവിക്ക് കൊച്ചിയിൽ നടന്ന ഗ്ലോബൽ NRK മീറ്റിൽ പ്രവാസികളുടെ അഭിനന്ദനം ലഭിച്ചതും കേരളത്തിലെ പ്രവാസി നിക്ഷേപം 1 ലക്ഷം കോടി കവിഞ്ഞതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം വരുന്ന സംസ്ഥാനം കേരളമാണ് എന്ന ബഹുമതിയും നമുക്ക് ഏറെ സന്തോഷത്തിന് വക നൽകി. കൂടാതെ കുവൈറ്റിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റും നിയമത്തിനും സർക്കാർ ഏജൻസികളെ അധികാരപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം പ്രവാസ ലോകത്ത് പ്രതീക്ഷയും ഒപ്പം ആശങ്കയും ഉയർത്തുകയാണ്. ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന വകയായി. ഗൾഫ് പ്രവാസികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വർഷമാണ് കടന്നുപോയ 2015. 34 വർഷത്തിനു ശേഷം ഒരു പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരുകൈയിൽ നീട്ടി പ്രവാസികൾ സ്വീകരിച്ചതും പ്രവാസികളും UAEയും പ്രധാനമന്ത്രിയുടെ വരവ് ആഘോഷമാക്കിയതും ലോകം ആകാംക്ഷയോടെയാണ് കണ്ടത്. പ്രവാസി ഇന്ത്യക്കാർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ഇലക്ട്രോണിക് സംവിധാനത്തിലുള്ള തപാൽ വോട്ട് അനുവദിക്കുന്നതിന് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് സത്യവാങ്മൂലത്തിലൂടെ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പ്രവാസികൾക്ക് ആശ്വാസമായി. ഇനി സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് കാത്തിരിക്കുകയാണ് പ്രവാസികൾ. ഈ വോട്ടവകാശം സാധ്യമാക്കിയത് ഞങ്ങൾക്ക് പ്രവാസികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്കൊരു നാട്ടിൽ ഞങ്ങൾക്കൊരു അഡ്രസ്സില്ല. ഞങ്ങൾ അവിടുന്ന് കഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ പണം ഇവിടെ എത്തുന്നു, ആ പണമായി അവർക്ക് ആവശ്യം. ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ സാധിക്കുന്നില്ല. ഇനി ഈ വോട്ടവകാശം ഞങ്ങൾക്ക് നേടിയെടുത്ത് ഞങ്ങളുടെ ഒരു പ്രവാസിയെയും ഒരു മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക, അത് ഞങ്ങൾ ചെയ്യും. ആഗോള പ്രവാസി കേരളീയ സംഗമം കൊച്ചിയിൽ നടന്നപ്പോൾ സംഗമം ഓരോ വർഷവും നടത്തണമെന്ന മുഖ്യമന്ത്രിയുടെ താൽപര്യവും പ്രവാസികൾക്ക് നിക്ഷേപം നടത്താൻ അനുയോജ്യമായ രീതിയിൽ ഭൂനിയമം പരിഷ്കരിക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പും പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായി. പ്രവാസി വാരി ദിവസ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കിത് വർഷം തോറും ഈ മീറ്റിംഗ് ആയിക്കൂടാ? അത് ചർച്ച ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. ഇപ്പൊ നമ്മള് നിയമമനുസരിച്ച് ഭൂസംരക്ഷണ നിയമമനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ആർക്ക് ഹോൾഡ് ചെയ്യാനൊക്കില്ല. വ്യക്തിക്കാണെങ്കിലും കമ്പനിക്കാണെങ്കിലും. അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന് വല്ല തടസ്സം ഉണ്ടാകും. നമ്മളിവിടുത്തെ മേജർ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നോക്കാം. അതിന് എക്സംഷൻ കൊടുത്തേ മതിയാകും. കൊടുത്തിട്ടുണ്ട്. നമ്മളത് കൊടുക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മടങ്ങിയെത്തിയ പ്രവാസികളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി സംഗമം മാറി. പുനരധിവാസവും തൊഴിൽ ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്ക് സത്വര പരിഹാരം കാണുന്നതിനും പുതിയ പ്രവാസി നയരൂപീകരണത്തിനും സാമ്പത്തിക വളർച്ചയിൽ പ്രവാസികൾക്കുള്ള പങ്ക് വിശകലനം ചെയ്യുന്നതിനും ആഗോള പ്രവാസി സംഗമത്തിൽ നടന്ന ഓപ്പൺ ഫോറം ഏറ്റവും അധികം ഗുണം ചെയ്തു. പ്രവാസി വോട്ടവകാശം നേടുന്നതിനായി മുൻപന്തിയിൽ നിന്ന ജീവൻ ടിവിയെ പ്രവാസികളും വ്യവസായ പ്രമുഖരും അഭിനന്ദിച്ചു.
പ്രവാസികൾക്ക് വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഷംഷീർ അവർ നടത്തിയ കോടതി നടപടികൾ വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് അതിൽ ജീവൻ TV എടുത്ത ഇനിഷ്യേറ്റീവ് വളരെ പ്രവാസികൾക്ക് ഇത്രമാത്രം ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു വലിയൊരു കാര്യമാണ്. ജീവൻ TV എന്ന മീഡിയ ഞങ്ങൾക്ക് ഈ വോട്ടവകാശം കിട്ടുന്നെങ്കിൽ നിങ്ങളെ കൂടി പരിശ്രമങ്ങൾ കൊണ്ടാണ്. ഈ വോട്ടവകാശത്തെക്കുറിച്ച് ജീവൻ TV നടത്തിയ ശ്രമങ്ങളെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള തിരിച്ചു വന്നവർക്കും അതുപോലെ ഗൾഫിലുള്ള എല്ലാ ആളുകൾക്കും ഈ ജീവൻ TVയോട് ഏറെ കടപ്പാടുകളുണ്ട്. വ്യക്തിപരമായ അഭിപ്രായം, പ്രവാസ ജീവിതത്തിൽ 22 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് സാറ്റലൈറ്റ് സൗദി അറേബ്യയിൽ വന്ന കാലം മുതൽ പ്രവാസ ലോകത്തിലുള്ള പ്രവാസികൾക്ക് ഒരു ശബ്ദമുണ്ടാക്കി കൊടുത്ത് മറ്റുള്ള ചാനലുകൾക്ക് ഒരു പ്രചോദനമായത് ജീവൻ TV ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജീവൻ TV വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. മുമ്പേ പറഞ്ഞതുപോലെ ഇതുപോലെ ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മീഡിയകൾക്ക് ജീവൻ TV അതിൽ മുൻപന്തിയിലാണ്. പ്രവാസികളുടെ ആയുധമാണ് ഈ വോട്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ നിയന്ത്രിക്കുവാൻ അവർക്ക് കഴിയും എന്നാണ് ഇതിൻ്റെ വസ്തുത. തീർച്ചയായും അത്തരത്തിലുള്ള മീഡിയകളെ എല്ലാം തന്നെ അതിനകത്ത് ഏറ്റവും കടപ്പാട് ജീവൻ TVയോട് അറിയിച്ചുകൊണ്ട് കേരളത്തിലെ പ്രവാസി നിക്ഷേപം 1 ലക്ഷം കോടി കവിഞ്ഞു എന്നതാണ് പോയ വർഷത്തിലെ ഒരു പ്രധാന വിശേഷം. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഓരോ മലയാളിയുടെയും വിയർപ്പിന്റെ വിലയാണ് ഈ തുകയെന്ന് ഓർക്കാതെ വയ്യ. വീടും കുടുംബവും ഉപേക്ഷിച്ച് അന്യനാടുകളിൽ കഴിയേണ്ടി വരുന്നവരുടെ സ്വന്തം നാടിനോടുള്ള സ്നേഹം കൂടിയാണ് ഇത്. കുവൈറ്റിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനും നിയമനത്തിനും സർക്കാർ ഏജൻസികളെ അധികാരപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം പ്രവാസ ലോകത്ത് പ്രതീക്ഷയും ഒപ്പം ആശങ്കയും ഉയർത്തുകയാണ്. കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സ്, ഒഡെപെക്, തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള ഓവർസീസ് മാൻപവർ കൺസൾട്ടൻസി എന്നീ 3 സ്ഥാപനങ്ങൾക്കാണ് ഇന്ത്യയിൽ നിന്ന് നഴ്സുമാരെ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. ഇത് വലിയൊരു വെല്ലുവിളിയാണ് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. ഒഡെപെക് നേരത്തെ രൂപീകരിച്ച കാലം മുതൽ ഒരു സംവിധാനം ഒഡെപെക്കിന് നേരത്തെ മുതലുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ റിക്രൂട്ട്മെന്റിന്റെ ഒരു 15-20% മാത്രമേ ഒഡെപെക്കിന് ലഭിച്ചിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ പോയിക്കൊണ്ടിരുന്നത് സ്വകാര്യ ഏജൻസികൾക്കായിരുന്നു. ഇന്നിപ്പോൾ പൂർണ്ണമായിട്ടും ഇതിന്റെ ചുമതല കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട 2 സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. സ്വകാര്യ ഏജൻസികൾ ലക്ഷങ്ങൾ കോഴ വാങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഇത് സർക്കാർ ഏജൻസികളെ ഏൽപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ിലെ സങ്കടമായത് ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിലും യമനിലും നടക്കുന്ന ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ തന്നെയാണ്. കൂടാതെ എയർ ഇന്ത്യയുടെ ശീതകാല സമയക്രമവും ഗൾഫ് യാത്രക്കാരോടുള്ള സമീപനവും നിരക്ക് വർദ്ധിപ്പിക്കലും കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവള റൺവേ നവീകരണം അനിശ്ചിതമായി നീളുന്നതും 2015 സങ്കടകരമായ കാഴ്ചയുമായി. 2015 ഏറ്റവും വലിയ മറക്കാനാവാത്ത സങ്കടം മക്കയിൽ നടന്ന വൻ ദുരന്തം തന്നെയായിരുന്നു. ആഘാതത്തിലും പ്രാർത്ഥനയുടെ കഴുത്തിലുമായിരുന്നു ഹജ്ജിനെത്തിയ തീർത്ഥാടകർ. ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം അനുഷ്ഠിക്കാനെത്തിയ തീർത്ഥാടകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദനയാണ് ക്രെയിൻ ദുരന്തം നൽകിയതെങ്കിലും ദൈവത്തിന്റെ വിധിക്കൊപ്പം സഞ്ചരിക്കുക എന്ന വിശ്വാസ തീവ്രതയിൽ വിശ്വാസികൾ അതിനെ മറികടന്നു കഴിഞ്ഞു. യമനിലെയും സിറിയയിലെയും രാഷ്ട്രീയ പ്രതിസന്ധി ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. യമനിൽ സുന്നി ഷിയ വിഭാഗങ്ങളുടെ തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായതോടെ നിരവധി സാധാരണ ജനങ്ങളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇറാനിയൻ ഷിയാപക്ഷക്കാരായ ഹൂതികൾ സന കയ്യേറി സുന്നി മുസ്ലിം മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതോടെയാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. ഇതിനോടകം മലയാളികളടക്കം നിരവധി നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി കുഞ്ഞുങ്ങളാണ് മിസൈൽ ആക്രമണത്തിലും സംഘർഷങ്ങളിലും കൊല്ലപ്പെട്ടത്. മനുഷ്യജീവനെയും സ്വാതന്ത്ര്യത്തെയും മാനിക്കാത്തവരുടെ പോരാട്ടങ്ങൾ ചരിത്രത്തിന് തന്നെ കളങ്കമാവുകയാണ്. തിരിച്ചടി നേരിട്ട മറ്റൊരു പ്രശ്നമാണ് പ്രവാസികളുടെ യാത്രാക്ലേശം. എയർ ഇന്ത്യയുടെ ശീതകാല സമയക്രമവും ഗൾഫ് യാത്രക്കാരോടുള്ള സമീപനവും നിരക്ക് വർദ്ധിപ്പിക്കലുമെല്ലാം പ്രവാസികളെ ഏറെ വലച്ച വർഷം കൂടിയാണ് 2015. പ്രവാസികളോടുള്ള എയർ ഇന്ത്യയുടെ പ്രതിഷേധം ഏറെക്കാലമായി തുടരുമ്പോഴും
ഇക്കാര്യത്തിൽ പരിഹാര ശ്രമം ഉണ്ടാവാത്തതിൽ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. Definitely, we have been crying for this for all these years, and we have been hearing news stating that there will be new airlines coming in, budget airlines for that instance, but nothing seems to work out as of now. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവള റൺവേ നവീകരണം അനിശ്ചിതമായി നീളുന്നതും പ്രവാസികളെ വലയ്ക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിലെയും മലബാറിലെയും പ്രവാസികൾ കൂടുതൽ ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെയാണ്. അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ലോകത്തിലാദ്യമായാണ് തിരികെ എത്തിയ പ്രവാസികൾക്കായി കേരളത്തിൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. 2012 ആവിഷ്കരിച്ച പദ്ധതി ഏറെ ആവേശത്തോടെയാണ് പ്രവാസികൾ ഏറ്റുവാങ്ങിയത്. അതിന്റെ ഭാഗമായി നിതാക്കത്തിലൂടെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പ്രവാസി പുനരധിവാസ പദ്ധതി ഉദ്ദേശിച്ച ഫലം കിട്ടാതെ താളം തെറ്റിയതും പ്രവാസികൾക്ക് 2015 മായാത്ത മുറിവുകളാണ്. 1 ലക്ഷം കോടി രൂപ ദേശാൽകൃത ബാങ്കിലേക്ക് പ്രവാസികൾ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. ഈ ബാങ്ക് 4% പലിശയാണ് പ്രവാസികൾക്ക് പലിശ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. മറിച്ച് ഇപ്പോൾ ആരെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് പൈസ അയക്കുന്ന പ്രവാസി കഷ്ടപ്പെട്ട് ബാങ്കിലെത്തിയാൽ തിരിച്ചു വന്ന പ്രവാസി 1 രൂപ പോലും ലോൺ കൊടുക്കുകയോ തിരിഞ്ഞൊരു നല്ല വാക്ക് പറയുകയോ നമ്മളെ ബാങ്കുകാർ ചെയ്യുന്നില്ല. അതിനെതിരിൽ ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ എല്ലാ ജില്ലയിലെ പ്രവാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദമാമിലെ നവയുഗം സാംസ്കാരിക വേദിയുടെ വൈസ് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകയുമായ സഫിയ അജിത്തിന് പ്രവാസലോകം നിറകണ്ണുകളോടെ വിട പറഞ്ഞ വർഷമാണ് 2015. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സ്വദേശിയായ സഫിയ 20 വർഷത്തോളമായി സൗദിയിലെ വിവിധ മേഖലകളിലെ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി സേവനം അനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നത്. നിരവധി പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനും പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിനും സഫിയയ്ക്ക് സാധിച്ചു. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സഫിയ അജിത്തിന്റെ നിര്യാണത്തിൽ ദമാമിലെ വിവിധ സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. ഇനി 2015 ഗൾഫ് ന്യൂസ് വീക്കിന്റെ പ്രധാനപ്പെട്ട ചില ഇമ്പാക്റ്റുകളിലേക്ക്. റിയാദിൽ ദുരിതം അനുഭവിക്കുന്ന ഗദാമകളായ സരസ്വതിയെയും ജാസ്മിനെയും നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവൻ ടിവിക്ക് ഉറപ്പ് നൽകി. ജാസ്മിന്റെയും സരസ്വതിയുടെയും ഗൾഫിലെ ദുരവസ്ഥയെക്കുറിച്ച് ഗൾഫ് ന്യൂസ് വീക്കാണ് പുറം ലോകത്തെ അറിയിച്ചത്. റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. 2015 ജൂലൈ 19 കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി സ്വദേശി അനിലിന്റെ ഭാര്യ 27 വയസ്സുള്ള ജാസ്മിനും അനിലിന്റെ സഹോദരി 36 വയസ്സുള്ള സരസ്വതിയും റിയാദിലേക്ക് പോയത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അനിലിന്റെ വീട്ടിലെ ദാരിദ്ര്യം മൂലമായിരുന്നു ഗൾഫിൽ ജോലി തേടിയത്. വ്യാജ റിക്രൂട്ടിംഗ് ഏജന്റായ ഭീമാപ്പള്ളി സ്വദേശി നാസർ സരസ്വതിയെ വീട്ടുവേലയ്ക്കും ജാസ്മിനെ ബ്യൂട്ടീഷ്യനുമായാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ചതി മനസ്സിലായത്. ഇതേ തുടർന്ന് അവർ ജീവൻ ടിവിയെ സമീപിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുത്തെ അനുഭവിക്കാൻ വയ്യ മാഡം. അതാ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയ ജീവൻ ടിവിയെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. അവര് എത്രയും വേഗം നാട്ടിലേക്ക് വരാനുള്ള എത്രയും വേഗം നാട്ടിൽ കൊണ്ടുവരാൻ ഉള്ള നടപടിയെടുക്കും. ഇത് ശ്രദ്ധയെ കൊണ്ടുവന്നതിന് ജീവൻ ടിവിയോട് പ്രത്യേകം നന്ദി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് വളരെ പ്രതീക്ഷയിൽ എത്രയും വേഗം സരസ്വതിയും ജാസ്മിനും നാട്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് മക്കളും ഭർത്താവും കുടുംബവും നാട്ടുകാരും. സൗദിയിലെ ഡിസ്പെൻസറിയിൽ ചികിത്സ തേടിയെത്തിയ സ്വദേശി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോവാനാവാതെ സൗദിയിൽ കുടുങ്ങിയ തിരുവമ്പാടി ഇലമിക്കൽ സ്വദേശി ക്ലിൻഡാൻ ജോസ് ഇക്കഴിഞ്ഞ വർഷമാണ് നാട്ടിൽ തിരികെ എത്തിയത്. ക്ലിന്റിന്റെ ദുരിതജീവിതം ജീവൻ ടിവിയാണ് പുറം ലോകത്തെ അറിയിച്ചത്. 6 മാസമായി ശമ്പളം ലഭിക്കാതെയും ജോലിക്ക് പോവാനാവാതെയും വീടിനുള്ളിൽ കഴിയുകയായിരുന്ന ക്ലിൻഡാൻ ജോസിന്റെ വാർത്ത 2015 ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയത്. കല്യാണ നിശ്ചയം കഴിഞ്ഞ് ഗൾഫിലേക്ക് ജോലിക്ക് പുറപ്പെട്ട ക്ലിന്റ് കല്യാണത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കെയാണ് കേസിലകപ്പെട്ടത്. നാട്ടിൽ ക്ലിന്റിന്റെ മാതാപിതാക്കളാണ് ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത്. പ്രശ്നങ്ങളെല്ലാം തീർന്ന് നാട്ടിലേക്ക് തിരികെ എത്താനായതിൽ ക്ലിന്റും മാതാപിതാക്കളും ജീവൻ ടിവിയോട് നന്ദി പറഞ്ഞു.
ഇതിന് ഞാൻ ആരോടൊക്കെ കടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. ഒത്തിരി സന്തോഷമുണ്ട്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് ജീവൻ ടി വിയോടാണ്. അവരെൻ്റെ ഈ കാര്യം ഒരു വാർത്തയാക്കി എടുത്തതിൽ പിന്നെയാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള നിയമത്തിൻ്റെ മുമ്പിൽ വരാനും ഗവൺമെൻറ് ഇതിൽ കൂടുതൽ ഇടപെട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് എൻ്റെ കേസിൽ ഇത്ര ഒരു നീക്കമുണ്ടായത്. അതിനാൽ ഞാൻ ജീവൻ ടി വിയോടും അതിലെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. പിന്നെ ഒരുപാട് പേരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേര് കാര്യം പറഞ്ഞ് ഞാൻ പോലും. സൗദിയിൽ കേസിൽ കുടുങ്ങി നാട്ടിലെത്താനാവാതെ ബുദ്ധിമുട്ടിയ 3 മലയാളി നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ സാധിച്ചത് 2015 ഗൾഫ് ന്യൂസ് വീക്കിന്റെ മറ്റൊരു ഇമ്പാക്റ്റ് ആണ്. ഉണ്ട് അവരുമായിട്ട് അതിലൊരു കുട്ടി എൻ്റെ കോൺസ്റ്റുവൻസി പെട്ടതാണ്, എനിക്കറിയാം. അവർ 3 പേരും ഇന്നലെ വന്നിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. അംബാസഡർ ആവശ്യപ്പെട്ട അനുസരിച്ച് എല്ലാ വിവരങ്ങളും അംബാസഡർക്ക് ഫാക്സ് ചെയ്ത് കൊടുത്തു. ഗൾഫ് ന്യൂസ് വീക്ക് വാർത്തയെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പ്രശ്നത്തിൽ ഇടപെട്ട് ഇവരെ മോചിപ്പിച്ചത്. നിർധന കുടുംബത്തിന് പ്രതീക്ഷയായി സൗദിയിലെത്തി ആടുജീവിതം നയിച്ച ഏക മകന് ജീവൻ ടിവിയുടെ ഇടപെടലിനെ തുടർന്ന് മോചനമുണ്ടായത് 2015 സങ്കടക്കയത്തിൽ നിന്ന് മകൻ നാട്ടിൽ തിരികെ എത്തിയ സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കളും സഹോദരിമാരും. കണ്ണൂർ അഴീക്കോട് സ്വദേശി മുകേഷാണ് സൗദിയിൽ ദുരിതജീവിതം നയിക്കുന്നതായ വാർത്ത ഞങ്ങൾ ഗൾഫ് ന്യൂസ് വീക്കിൽ നൽകിയത്. ഏജന്റുമാരുടെ കെണിയിലകപ്പെട്ട് ഗൾഫിൽ കഴിയുന്ന നിരവധി പേരുടെ ദുരിതങ്ങൾ ഗൾഫ് ന്യൂസ് വീക്ക് പുറത്തു കൊണ്ടുവന്നു. ചന്ദ്രമതിയും ജാസ്മിനും സരസ്വതിയുമെല്ലാം ഇതിൽ ചിലതാണ്. അവരെ നാട്ടിലെത്തിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം തുടരുകയാണ്. വിസ ഏജന്റുമാർ റിയാദിൽ ആയി ജോലി നൽകാമെന്ന വാഗ്ദാനത്തിൽ ഫ്രീ വിസയിൽ റിയാദിലെ ദമാമിലേക്ക് വീട്ടുവേലയ്ക്കായി കൊണ്ടുപോയ കൊല്ലം പാലമുക്ക് സ്വദേശി ചന്ദ്രമതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആയി റിയാദിലേക്ക് കൊണ്ടുപോയ ചന്ദ്രമതിക്ക് അവിടെ ആടിനെ മേയ്ക്കുന്ന ജോലിയാണ് ലഭിച്ചത്. ആട്ടിൻകൂട്ടിലാണ് ചന്ദ്രമതി കിടന്നുറങ്ങുന്നതും. ജീവൻ ടിവിയായിട്ട് ബന്ധപ്പെട്ട് അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് പുറത്തുവിട്ട ഉടൻ ദമാമിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷാജി മദലകവും റിയാദിലെ നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാടും ജീവൻ ടിവിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സ്വീകരിച്ച് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഗൾഫ് ന്യൂസ് വീക്ക് വാർത്തയെ തുടർന്ന് കാർഗോ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനടക്കമുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്രം ഇടപെടുന്നതും വിസ ചതിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് ദുബായിൽ ജോലി നഷ്ടപ്പെട്ട് പാസ്പോർട്ട് നഷ്ടപ്പെടുകയും ചെയ്ത തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി രാജേന്ദ്രൻ ജീവൻ ടിവിയെ സമീപിച്ചതും വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകർ രാജേന്ദ്രന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുന്നതും ഗൾഫ് ന്യൂസ് വീക്കിന്റെ ചില ഫോളോ അപ്പുകൾ മാത്രമാണ്. കാർഗോ ക്ലിയറൻസ് കേന്ദ്രം മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് 6 മാസത്തിലേറെയായി ഈ രംഗം പ്രതിസന്ധിയിലാണ്. ഇത് സംബന്ധിച്ച പ്രവാസികളുടെ ആശങ്കകൾ ഗൾഫ് ന്യൂസ് വീക്ക് പുറത്തു കൊണ്ടുവന്നിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന കാർഗോ മേഖലയിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി പ്രശ്നത്തിൽ ഇടപെടുമെന്ന് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുകയും കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് ശക്തമായ നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. ഗൾഫിൽ ചതിക്കുഴിയിൽ അകപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. വിസ ചതിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് ദുബായിൽ ജോലി നഷ്ടപ്പെടുകയും പാസ്പോർട്ട് നഷ്ടപ്പെടുകയും ചെയ്ത തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി രാജേന്ദ്രൻ ജീവൻ ടിവിയെ സമീപിച്ച വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകർ രാജേന്ദ്രന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്ന പരിഹാരത്തിനായി ഇപ്പോൾ ശ്രമിക്കുകയാണ്. ഇനി 2015 ഗൾഫ് ന്യൂസ് വീക്കിൽ ഞങ്ങൾ അവതരിപ്പിച്ച ചില വേറിട്ട കാഴ്ചകളിലേക്ക്. പ്രവാസ ലോകത്ത് നിയമക്കുരുക്കിലും മറ്റും അകപ്പെട്ട് നാട്ടിൽ പോവാനാവാതെ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. പിറന്ന നാട്ടിലേക്ക് ഒരു വട്ടമെങ്കിലും വരുവാനായി കാത്തിരിക്കുന്ന റഷീദ് 2015 വേറിട്ട കാഴ്ചയായി. 32 വർഷമായി റഷീദ് നാടുകണ്ടിട്ട്. ഇപ്പോൾ സാമൂഹ്യപ്രവർത്തകരുടെയും ജീവൻ ടിവിയുടെയും ഇടപെടലിൽ റഷീദിന് നാട്ടിലേക്ക് പോകാൻ വഴിയൊരുങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ മാതാവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്.
അതുകൊണ്ട് എല്ലാ മനുഷ്യസ്നേഹികളും കൂടി സഹകരിച്ച് എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാനുള്ള വഴി തുറന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജീവൻ TV ഭാരവാഹികളോടും മറ്റ് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന എല്ലാ മനുഷ്യസ്നേഹികളോടും ഞാൻ എൻ്റെ നന്ദി കൃതജ്ഞതയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. കൊല്ലം അഞ്ചൽ കോട്ടുക്കൽ പള്ളിത്തെക്കേതിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയുടെ മകൻ അബ്ദുൾ റഷീദ് 1983 റിയാദിലെത്തിയത്. പ്രവാസ ജീവിതത്തിലെ ദുരിത ജീവിതത്തിനൊടുവിൽ ഒരിക്കൽ പോലും ബന്ധുക്കളെയോ നാട്ടുകാരെയോ കാണുവാനോ അവരുടെ അടുത്ത് വരുവാനോ താല്പര്യപ്പെടാനാവാതെ ഒറ്റപ്പെട്ട് റിയാദിൽ കഴിയുകയായിരുന്നു റഷീദ്. നൊന്തുപറ്റ മൂത്ത മകന്റെ വരവും കാത്തിരിക്കുകയാണ് നാട്ടിൽ അസുഖബാധിതയായ 77-കാരിയായ ഉമ്മ അസ്മാ ബീവിയും ബന്ധുക്കളും. ഇത് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. 32 വർഷമായി പോയിട്ട്. മോൻ വരട്ടെ. മോന് പോയി തന്ത മരിച്ചിട്ട് 35 വർഷമായി. നാൽപ്പത് വർഷം സൗദി അറേബ്യയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച പ്രവാസി മലയാളി നാട്ടിലേക്ക് മടങ്ങുന്നതും 2015 വേറിട്ട കാഴ്ചയായി. മലപ്പുറം പൊന്നാനി മാറഞ്ചേരി പുറങ്ങ് മങ്ങാരത്തിൽ ഇബ്രാഹിമാണ് 4 പതിറ്റാണ്ടിനൊടുവിൽ നാട്ടിലേക്ക് മടങ്ങിയത്. ദീർഘകാലം ഒരു സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്തു എന്ന പ്രത്യേകതയും ഇബ്രാഹിമിന്റെ അപൂർവ നേട്ടമാണ്. നാട്ടിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജോറായില്ലേ. എൻ്റെ ഉമ്മൊക്കെ മാതാവൊക്കെ കുറെ പ്രായവരാണ്. അപ്പോൾ അവരെപ്പോഴും പറയും മജിയുടെ പോയത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒരു വലിയ ഫീലിയാറുണ്ട്. കാരണം ഉമ്മയുടെ വാക്ക്. അപ്പോൾ എനിക്കതൊരു എൻ്റെ ഉപ്പ മരിക്കുമ്പോൾ 2 വർഷമായിരുന്നു. അന്ന് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ആ കാര്യത്തിൽ പിന്നെ എന്തായാലും നിൽക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. നന്മ നിറഞ്ഞ ഇത്തരം നല്ല മലയാളികൾ പ്രവാസികൾക്ക് ഒരു മാതൃക തന്നെയാണ്. 2015 ഗൾഫ് ന്യൂസ് വീക്കിൽ ലഭിച്ച അവാർഡുകൾ, അംഗീകാരങ്ങൾ. മികച്ച വാർത്താ അവതാരകയ്ക്ക് അടക്കമുള്ള സംസ്ഥാന അവാർഡ് അടക്കം 3 അവാർഡാണ് ജീവൻ ടിവിക്ക് പോയ വർഷം ലഭിച്ചത്. കൂടാതെ മണപ്പുറം മിന്നലെ 2014 മികച്ച ഗൾഫ് പരിപാടിയായി ഗൾഫ് ന്യൂസ് വീക്ക് തെരഞ്ഞെടുത്തു. ചലച്ചിത്ര നടൻ ക്യാപ്റ്റൻ രാജുവാണ് അവാർഡ് സമ്മാനിച്ചത്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്ന ജീവൻ ടിവിയുടെ വാർത്താ അധിഷ്ഠിത പരിപാടിയാണ് ഗൾഫ് ന്യൂസ് വീക്ക്. ഗൾഫ് ന്യൂസ് വീക്കിലൂടെ ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെടുന്ന നിരവധി ആളുകളെ കണ്ടെത്തി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ അവതരിപ്പിച്ചു അത് പരിഹരിക്കാൻ ഗൾഫ് ന്യൂസ് വീക്കിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിക്കുന്ന ഞങ്ങൾ നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന അംഗീകാരത്തിന് വളരെയധികം നന്ദി. ഗൾഫ് ന്യൂസ് വീക്ക് റൗണ്ട് അപ്പ് 2015 സമാപിക്കുന്നു. പ്രേക്ഷകർ നെഞ്ചേറ്റിയ എല്ലാ അനുഭവങ്ങൾക്കും അംഗീകാരങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.